أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفا واتقوا الله لعلكم تفلحون واتقوا النار التي أعدت للكافرين وأطيعوا الله والرسول لعلكم ترحمون صدق الله. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പടച്ചതമ്പുരാൻ നമ്മുടെയൊക്കെ പാപങ്ങളെ മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ റമദാനെ അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സദഖകൾ, സക്കാത്തുകൾ, എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ദീർഘായുസ്സോടെ ഒരുപാട് റമദാനുകൾ ജീവിച്ചിരിക്കാനുള്ള ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും ആരോഗ്യവും അല്ലാഹു നമുക്ക് പ്രദാനിക്കുമാറാകട്ടെ. നമ്മെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ബന്ധുമിത്രാദികളും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. അല്ലാഹു സമാധാനം പുനഃസ്ഥാപിക്കുമാറാകട്ടെ. നന്മയുടെ ശത്രുക്കളായ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അല്ലാഹു പരാജയം സമ്മാനിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടെ അവൻ കാണേണ്ടുന്ന ഒരു കാര്യമാണ് അവന്റെ സമ്പാദ്യം ഹലാലായിരിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ സമ്പാദ്യം ഹലാൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷിക്കുന്നത് ഹലാൽ അല്ലാതായിത്തീരും. നമ്മൾ നമ്മുടെ ഭാര്യ മക്കൾക്ക് ഭക്ഷിപ്പിക്കുന്നതും ഹലാൽ അല്ലാതായിത്തീരും. ഹലാലല്ലാത്ത ഭക്ഷണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന ബീജങ്ങൾ അതൊരിക്കലും ഹലാലാവൂല. അപ്പൊ നമ്മൾ നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെയും, നമ്മുടെ തലമുറകളെയൊക്കെ നശിപ്പിച്ചു കളയുന്ന, നരകത്തിനു വേണ്ടി തയ്യാറാക്കുന്ന ഒരു ജോലിയാണ് ഹറാമായ സമ്പാദ്യം ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക, നല്ലത് ചെയ്യുക. നല്ലത് ഭക്ഷിച്ചാലേ നല്ലത് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഭക്ഷിക്കുന്നത് ഹറാമാണെങ്കിൽ നമ്മിൽ നിന്ന് ഹറാമേ ഉണ്ടാകൂ. അപ്പൊ ഭക്ഷണം ശുദ്ധമായിരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾ ശുദ്ധമായിരിക്കാനും നല്ലതായിരിക്കാനും വളരെ അനിവാര്യമാണ്. തന്നെയല്ല, നമ്മുടെ സമ്പാദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അയ്യുമാ അബ്ദിൻ, ഒരടിമ ഹറാമിൽ നിന്നും സമ്പാദിച്ചു, അവന്റെ സമ്പാദ്യം ഹറാമാണ്. ആ ഹറാമായ സമ്പാദ്യം കൊണ്ട് അവൻ ഫയതസദ്ദഖു ബിഹി, അവൻ സദഖ ചെയ്തു. അയാളുടെ സമ്പാദ്യം ഹറാമാണ്. ആ സമ്പാദ്യം അയാൾ സദഖ ചെയ്തു, പള്ളിക്ക് കൊടുത്തു, അല്ലെങ്കിൽ മദ്രസയ്ക്ക് കൊടുത്തു, അല്ലെങ്കിൽ നോമ്പ് ഉറപ്പിക്കാൻ വേണ്ടി കുറച്ച് വിഭവങ്ങൾ ഹറാമായ സമ്പാദ്യം കൊണ്ട് വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ കുട്ടികൾക്ക് മദ്രസയിൽ പോകാൻ വേണ്ടി മുസ്ഹഫ് വാങ്ങിക്കൊടുത്തു. എന്തു ആകട്ടെ, ഏത് നന്മ ഹറാമായ സമ്പാദ്യം കൊണ്ട് ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കൂല. ഒരു പള്ളി തന്നെ പണിതുകൊണ്ടിരിക്കട്ടെ, ഹറാമ് കൊണ്ടൊരു പള്ളി തന്നെ പണിതാലും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു നയാ പൈസയുടെ വില അതിനുണ്ടാവൂല. തന്നെയല്ല, അത് നരകത്തിലേക്കായിരിക്കും. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയുൻഫിഖു മിൻഹു, അവനത് ചെലവഴിച്ചു. അവന്റെ ഭാര്യയ്ക്കോ മക്കൾക്കൊക്കെ ചെലവിന് കൊടുത്താലും ഫയുബാറക്കു ലഹു ഫീഹി, അതിനകത്ത് ബറക്കത്തുണ്ടാവൂല. അതിൽ ബറക്കത്ത് അല്ലാഹു തആല എടുത്തു കളഞ്ഞിട്ടുണ്ടാവും. ഇനി അവൻ അത് ഉപേക്ഷിച്ചിട്ട് മരിച്ചുപോയാൽ, ആ ഹറാമായ സമ്പാദ്യം ബാക്കിയാക്കിയിട്ട് അവൻ മരിച്ചുപോയി എന്ന് വിചാരിക്കട്ടെ, ഇല്ലാ കാന സാദഹു ഇലന്നാർ, അത് അവന്റെ അനന്തരാവകാശികൾക്ക് അത് ഉപയോഗിക്കാനും കഴിയില്ല. ഇതൊക്കെ പടച്ചോൻ ഒരുമിച്ച് കൂട്ടി നരകത്തിലേക്ക് ഇടും. അവൻ പണിത പള്ളിയും അവൻ വാങ്ങിക്കൊടുത്ത മുസ്ഹഫും അവൻ നോമ്പ് ഉറപ്പിച്ചതും എല്ലാം ഹറാമ് കൊണ്ട് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ഇതൊന്നും അവന്റെ സ്വർഗത്തിൽ അവന്റെ കൂടെ ഉണ്ടാവൂല. ഇതൊക്കെ നരകത്തിലായിരിക്കും. അപ്പൊ ഹറാമായ സമ്പാദ്യം കൊണ്ട് സമ്പാദിച്ച ഒരാള് എന്ത് നന്മ ചെയ്താലും പടച്ചോൻ അത് സ്വീകരിക്കൂല. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഹറാമിനെ സൂക്ഷിക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ഹറാമുകൾ പല വിധത്തിലുണ്ട്. പലിശ ഹറാമുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പലിശയാണ്, ഒരു ഹറാമാണ് പലിശ എന്നുള്ളത്. ഞാൻ ആമുഖമായി ഓതിച്ച ആയത്തിൽ തന്നെ അല്ലാഹു പറയുന്നത്, സത്യവിശ്വാസികളെ ലാ തഅക്കുലു റിബ, നിങ്ങൾ പലിശ തിന്നരുത്. പലിശ തിന്നരുതെന്ന് പറഞ്ഞാൽ ഭക്ഷണമായിട്ട് ഉപയോഗിക്കരുത് മാത്രമല്ല, പലിശയുടെ യാതൊരു ഉപയോഗങ്ങളും നിങ്ങളിൽ ഉണ്ടാകരുത്. അൽആഫൻ മുളാഫ, ഇരട്ടികളുമായിട്ട് നിങ്ങൾ തിന്നരുത്. നമ്മുടെ ചേകന്നൂർ മൗലവി, അദ്ദേഹത്തിന്റെ വാദം ഇരട്ടി പലിശ മേടിക്കലേ നിഷിദ്ധമുള്ളൂ എന്നായിരുന്നു അദ്ദേഹം വാദിച്ചത്.
കാരണം അള്ളാഹ് പറഞ്ഞത് ഇരട്ടി പലിശ വാങ്ങരുന്ന. അപ്പൊ ഒരു 100 രൂപ ഒരാൾ കൊടുത്താൽ 199 രൂപ 50 പൈസ വരെ പലിശ വാങ്ങാം. 99 രൂപ 50 പൈസ പലിശ കുഴപ്പമില്ല, ഇരട്ടിയായിട്ടില്ല. 100 രൂപ വാങ്ങരുത്. 100 രൂപയ്ക്ക് 100 രൂപ പലിശ വാങ്ങലേ തെറ്റുള്ളൂ. 1000 രൂപ കൊടുത്തവൻ 1000 രൂപ അതിന് പലിശ വാങ്ങിയാലേ തെറ്റു വരുള്ളൂ. കാരണം അള്ളാഹ് ഇരട്ടി പലിശ വാങ്ങണമെന്നാ പടച്ചോൻ പറഞ്ഞതെന്നാ അദ്ദേഹത്തിന്റെ വാദം അങ്ങനെയായിരുന്നു. നമ്മുടെ CH മുസ്തഫ മൗലവിയും ഏകദേശം ആ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ കൂടെ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അള്ളാഹ് അങ്ങനെയല്ല പറഞ്ഞത്. പലിശ 1 രൂപ പോലും പലിശ വാങ്ങാൻ പാടില്ല. മുളാഫ അതിന്റെ രീതി അങ്ങനെ ആയതുകൊണ്ടാണ് പടച്ചോൻ അങ്ങനെ പ്രയോഗിച്ചത്. പലിശകൾ ഇങ്ങനെ ഇരട്ടിച്ചോണ്ടേയിരിക്കുമല്ലോ. അപ്പൊ പലിശ നിഷിദ്ധമായതിൽ വെച്ച് ഏറ്റവും നിഷിദ്ധമായ ഒന്നാണ് പലിശ എന്ന് പറയുന്നത്. വിശ്വാസം പറയുന്നുണ്ട്, സയഅതി അലന്നാസ് സമാനുൻ യഅകുലൂന റിബ, ഒരു കാലം വരും ജനങ്ങളൊക്കെ പലിശ ഭക്ഷിക്കും. ഇത് സഹാബാക്കളോടാ പറയുന്നത്. ഒരു ദിർഹം പോലും പലിശ വാങ്ങാത്ത സഹാബത്തിനോട് പറയണം, ഇന്ന് നിങ്ങൾ ആരും പലിശക്കാരല്ല, പക്ഷെ ഒരു കാലം വരും അന്ന് ജനങ്ങളൊക്കെ പലിശ ഭക്ഷിക്കും. അപ്പോൾ സഹാബാക്കൾ അത്ഭുതത്തോട് ചോദിച്ചു, അന്നാസു കുല്ലുഹും, എല്ലാവരും പലിശ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ വിശ്വാസം പറഞ്ഞു, നേരിട്ട് തിന്നില്ലെങ്കിൽ പോലും നാലഹുമിൻ ഖുബാരിഹി, പലിശയുടെ പൊടിയും പുകയും എത്താത്ത ആരും ഉണ്ടാവൂല. പലിശയുടെ പുകയും പൊടിയും എത്താത്ത ആരും ഒന്നുണ്ടാവൂല. നമ്മൾ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ പലിശയുമായിട്ട് നേർക്ക് നേരെയോ വളഞ്ഞ വഴിയിലോ ഒക്കെ ബന്ധപ്പെടേണ്ടി വരുന്നവരാണ് നമ്മളൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ. വിശ്വാസം പറഞ്ഞു, അർബഅത്തുൻ, 4 വിഭാഗം ആളുകൾ, ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യുദ്ഖിലഹുമുൽ ജന്ന, ആ 4 കൂട്ടരെയും സ്വർഗത്തിൽ കടത്തില്ല എന്നുള്ളത് പടച്ചോന്റെ ഒരു ഉറച്ച തീരുമാനമാണ്. അത് അള്ളാഹു ഉറച്ചെടുത്തൊരു ഹക്കാണ്, അത് അള്ളാഹു മാറ്റൂല. 1 ആക്കുലി റിബ, പലിശ തിന്നുന്നവനാണ്. അത് പടച്ചോന്റെ ഉറപ്പായ തീരുമാനമാണ്. അവനെ സ്വർഗത്തിൽ കടത്തുന്ന പ്രശ്നമേ ഇല്ല. അവനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്തും അള്ളാഹു പറഞ്ഞത്, അവൻ നരകത്തിൽ ശാശ്വതമാണ്. പലിശക്കാരൻ, അവനും അവന്റെ സമ്പാദ്യവും നരകത്തിലാണ്. അത് അള്ളാഹുവിന്റെ ഹക്കായ ഒരു തീരുമാനമാണ്. പലിശയുടെ വിഷയത്തിൽ അള്ളാഹു ശപിച്ചത് പലിശ തിന്നുന്നവനെ മാത്രമല്ല, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വ മൂക്കിലഹു വ കാതിബഹു വ ഷാഹിദൈഹി. കള്ളിന്റെ വിഷയത്തിൽ 10 പേരെ ശപിച്ചിട്ടുണ്ട്. പലിശയുടെ വിഷയത്തിൽ 4 പേരെ ശപിച്ചിട്ടുണ്ട്. ഒന്ന് പലിശ തിന്നുന്നവൻ, മറ്റൊന്ന് തീറ്റിക്കുന്നവൻ. പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും. നമ്മൾ സാധാരണ മനസ്സിലാക്കിയത് പലിശ വാങ്ങലെ തെറ്റുന്ന, കൊടുക്കല്. പലിശ കൊടുക്കലും തെറ്റാണ്. രണ്ടുപേരും ഒരുപോലെയാണ്. കുല്ലുഹും സവ. ഒരാൾ കൊടുത്താലല്ലേ മറ്റയാൾ വാങ്ങാനുണ്ടാവുള്ളൂ. അപ്പൊ കൊടുത്തവനും തെറ്റുകാരൻ, വാങ്ങിയവനും തെറ്റുകാരൻ. കാത്തിബഹു, അതിനുവേണ്ടി ഇടപാട് എഴുത്തുകുത്ത് നടത്തിയ ആൾ. ഷാഹിദൈഹി, പലിശ ഇടപാടിന് സാക്ഷി എന്ന 2 ആളുകൾ. കുല്ലുഹും സവ, എല്ലാവരും ഒരുപോലെയാണ്. ആ സംവിധാന ലോകത്തുണ്ടാകാൻ പാടില്ല. അത് ചൂഷണമാണ്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ ശക്തിയായിട്ട് എതിർത്തത്. പ്രവാചകൻ ഇത്ര ശക്തിയായി അതിനെ നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 174 മുതൽ 181 വരെയുള്ള ആയത്തുകൾ പലിശയെ സംബന്ധിച്ച് അതിശക്തമായി വിമർശിക്കുന്ന ആയത്തുകളാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 181 ആയത്താണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇത് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ആയത്ത് ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. അതോട് ഖുർആൻ അവസാനിച്ചു. വത്തഖൂ യൗമൻ, നിങ്ങളൊരു ദിവസത്തെ സൂക്ഷിക്കണം. തുർജഊന ഇലല്ലാഹ്, നിങ്ങളെ എല്ലാവരെയും അള്ളാഹുലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. ഇത് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആനിന്റെ അവസാന ഉപദേശം ഇതാണ്. അതിനു മുമ്പ് പറയുന്ന കാര്യങ്ങൾ എന്താണ്? അതിനുമുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 174 മുതലുള്ള ആയത്തുകൾ അല്ലാഹു പറയുന്നത് നമ്മളൊന്നൊരു പരിഭാഷ എടുത്ത് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന യഅകുലൂന റിബ, പലിശ തിന്നുന്ന ആളുകൾ, ലാ യഖൂമൂന, അവർ എഴുന്നേൽക്കുകയില്ല അവരുടെ ഖബറുകളിൽ നിന്നും, ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബത്തുഹു ശൈത്വാനു മിനൽ മസ്സി, പിശാച് ബാധ ഏറ്റവനെ പോലെയല്ലാതെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കൂല. അവര് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം പിശാച് ബാധ ഏറ്റവരെ പോലെയാണ്. 2 അടി നടക്കും, പിന്നെ മറിഞ്ഞു വീഴും, പിന്നെ നടക്കും, പിന്നെ മറിഞ്ഞു വീഴും. ഇതുപോലെയായിരിക്കും അവൻ എഴുന്നേറ്റ് വരിക. തന്നെയല്ല, പലിശക്കാര് ഭ്രാന്തന്മാരായി മാറും. പലിശക്കാരുടെ ബുദ്ധി അല്ലാഹു തആല നശിപ്പിക്കും. അത് ഈ ദുനിയാവിൽ തന്നെ കിട്ടാൻ പോകുന്ന ഒരു ശിക്ഷയാണ്. ശരിയായ ബുദ്ധിയും ബോധം അവനുണ്ടാവില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ദാലിക, അതിന് കാരണം ബിഅന്നഹും ഖാലു, ഇവര് പറഞ്ഞു, ഇന്നമൽ ബൈഉ മിസ്ലുർ റിബാ, കച്ചവടവും പലിശ പോലെയല്ലേ. കച്ചവടവും പലിശ ഒന്നല്ലേന്ന് അവർ ചോദിച്ചത്. 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം 105 രൂപയ്ക്ക് വിൽക്കുന്നു. അത് ശരിയാണെന്ന് ഖുർആൻ പറയുന്നു.
100 രൂപ കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ 105 രൂപ മേടിക്കുന്നു. ഇത് തെറ്റാണെന്ന് ഖുർആൻ പറഞ്ഞു. ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് ഇവർ ചോദിച്ചത്. ഇത് ചോദിച്ച ആളുകൾ ജൂതന്മാരായി ചോദിച്ചത്. ജൂതന്മാര് വക്ര ബുദ്ധിയുടെ ആളുകളാണ്. അള്ളാഹു എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു, ആ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യത്തെ വളഞ്ഞ വഴിയിലൂടെ സമീപിച്ച ആളുകളാണ് ജൂതന്മാർ. നമ്മൾ ഈ ജൂതന്മാരെ മനസ്സിലാക്കണം. അള്ളാഹുത്തല അവരോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തിന്റെ കൊഴുപ്പ് തിന്നരുത്. അത് അവരുടെ ഒരു നിയമമായിരുന്നു. കാരണം കൊഴുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം കൂടും, അപ്പൊ ഇബാദത്തിന് തളർച്ചയുണ്ടാകും. അതുകൊണ്ട് ജൂതന്മാർക്ക് ഒട്ടകത്തിന്റെ കൊഴുപ്പ് കഴിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? തൗറാത്തിലൂടെ ഇത് നിരോധിച്ചപ്പോൾ അവര് അത് നേർക്കുനേരെ ഭക്ഷിച്ചില്ല. അത് വിറ്റിട്ട് അതിന്റെ വില വാങ്ങി തിന്നാൻ തുടങ്ങി. അതും പടച്ചോന്റെ നിയമത്തെ ലംഘിക്കലാണ്. പല ശനിയാഴ്ച മത്സ്യം പിടിക്കരുതെന്ന് പറഞ്ഞപ്പോ അന്നവര് ഈ നദിയിൽ നിന്നും മത്സ്യത്തെ ഇങ്ങോട്ട് കയറ്റി ചെറിയ തോടുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കയറ്റിയിട്ട് അടുത്ത ദിവസം പോയി പിടിച്ചു. വക്രബുദ്ധിയുടെ ആളുകളാണ് ജൂതന്മാർ. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പലിശാടിസ്ഥിതമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പിതാക്കൾ എന്ന് പറയുന്നതും ജൂതന്മാരാണ്. ലോകത്തെ ഏറ്റവും വലിയ പലിശ കൈകാര്യം ചെയ്യുന്ന ബാങ്കുകൾ ജൂതന്മാരുടെ കയ്യിലാണ്. സ്വിസ് ബാങ്കിലാണല്ലോ ഒരുപാട് മുതലാളിമാരുടെയൊക്കെ പൈസ ഉണ്ടാകുക. ലോകത്തെ വലിയ വലിയ പണക്കാരുടെ, വലിയ വലിയ രാജാക്കന്മാരുടെ പണം കിടക്കുന്നത് സ്വിസ് ബാങ്കിലാണ്. ഇന്ന് അറബികളുടെ സ്വിസ് ബാങ്കിൽ കിടക്കുന്ന പണത്തിന്റെ പലിശ കൊണ്ടാണ് ഫലസ്തീനില് ഗസയിലെ മക്കളെ കൊന്നൊടുക്കിയത്. ആയുധം വാങ്ങുന്നത് മുഴുവനും അറബികളുടെ പലിശ പണം കൊണ്ടാണ്. അത് മതി ഇസ്രായേലിന്. ഇപ്പൊ ഇറാനിനോട് അടിക്കുന്നതിനും ഇസ്രായേലിന് ആയുധം വാങ്ങാൻ സ്വിസ് ബാങ്കിൽ അറബികൾ ഇട്ടിരിക്കുന്ന പണത്തിന്റെ പലിശ മതി. അറബികൾക്ക് പലിശ വേണ്ട. ആ പലിശ ഈ ജൂതൻ അവൻ ആയുധം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കും. അത് ഇവർക്കെതിരെ പ്രയോഗിക്കും. സ്വിസ് ബാങ്ക് തുടങ്ങിയത് ജൂതന്മാരല്ലേ. വെസ്റ്റ് ജർമ്മനിയിലാണ് സ്വിസ് ബാങ്ക് തുടങ്ങുന്നത്. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ഹിറ്റ്ലർ ജർമ്മനിയിൽ വരുമ്പോ ഹിറ്റ്ലറുടെ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നാസി പാർട്ടി ആധിപത്യം നേടിയ സമയത്ത് ജർമ്മനിയിലെ മുതലാളിമാരാണ് സ്വിസ് ബാങ്ക് തുടങ്ങി വെച്ചത്. പിന്നീട് ജൂതന്മാർ ഏറ്റെടുക്കുകയും അതിനെ ദേശസാൽക്കരിക്കുകയൊക്കെയാണ് ഉണ്ടായത്. ഇന്നത് കൈകാര്യം ചെയ്യുന്നത് ജൂതന്മാരാണ്. സ്വിസ് ബാങ്കിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, അവിടെയുള്ള അക്കൗണ്ടുള്ള ആളുകളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തൂല. അതുകൊണ്ട് വളരെ സൗകര്യമാണ്. കള്ളപ്പണങ്ങൾ നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഏർപ്പാടാണ് സ്വിസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ബാങ്ക് പലിശ എന്ത് ചെയ്യണമെന്ന് പലരും ചോദിക്കാറുണ്ട്. ബാങ്ക് പലിശ നമ്മൾ നിർബന്ധമായും വാങ്ങണം. ബാങ്കിൽ പലിശയ്ക്ക് വേണ്ടി ഒരിക്കലും അക്കൗണ്ട് ബാങ്കിൽ തുടങ്ങരുത്. എന്നാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ചില PF പോലുള്ള ചില ഫണ്ടുകൾ സ്വാഭാവികമായിട്ട് അതിന്റെ അടുത്ത് പലിശ വന്നിരിക്കും. അങ്ങനെ ചില നിർബന്ധിതമായി വന്നു ചേരുന്ന പലിശകളുണ്ട്. അതെന്ത് ചെയ്യണം? ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് ഇട്ട് നമ്മുടെ അക്കൗണ്ടിൽ പലിശ വേണ്ട നമ്മൾ പറഞ്ഞാൽ ആ പലിശ ഏതായാലും ഉണ്ട്. ആ പലിശ വേറൊരു രീതിയിൽ നമുക്കെതിരെ വരും. ഇപ്പൊ ഇവര് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ ആ പലിശ വാങ്ങണം. ആ പലിശ വാങ്ങിയിട്ട് പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ലോക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആധുനികമായി നൽകുന്ന ഫത്വയാണ്. നമ്മുടേതായ ഒരു ആവശ്യത്തിനോ മറ്റൊരാളുടെ ഒരു ആവശ്യത്തിനോ ഒരു ഭക്ഷണമായിട്ടോ പോകാത്ത രീതിയിൽ പൊതുവായി എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന പാലങ്ങൾ, തോടുകൾ, ഇങ്ങനെയുള്ള ഈ ടോയ്ലറ്റുകൾ പോലുള്ള പൊതു സംവിധാനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അപ്പൊ ആ പലിശ നമുക്കെതിരെ വരൂല. അപ്പൊ ചുരുക്കത്തിൽ ജൂതന്മാരാണ് കച്ചവടവും പലിശയും ഒന്നുപോലെയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പടച്ചതമ്പുരാൻ അവരെ നാളെ കൊണ്ടുവരുന്നത്, പലിശക്കാരെ കൊണ്ടുവരുന്നത് ഈ പിശാച് ബാധയേറ്റ ആളുകളെ പോലെയായിരിക്കും. അള്ളാഹു പറഞ്ഞു, വഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബാ. നിങ്ങൾ പറഞ്ഞ പോലെയല്ല കാര്യം. കച്ചവടം അല്ലാഹു ഹലാലാക്കിയിട്ടുണ്ട്, പലിശ അല്ലാഹു ഹറാമാക്കി. കാരണം എന്താ? കച്ചവടത്തിലൊരു അധ്വാനമുണ്ട്, ഊഹമല്ല. കച്ചവടത്തിൽ ലാഭം വരാം, നഷ്ടം വരാം. പലിശക്കാരനൊരിക്കലും നഷ്ടം വരൂല. ഇപ്പൊ ബിൽഗേറ്റ്സിന്റെ കച്ചവടമാണെങ്കിലും അതിൽ ലാഭവും നഷ്ടവും വരാം. ഇവിടെയുള്ള ചെറിയ പെട്ടിക്കടക്കാരന്റെ കച്ചവടമാണെങ്കിൽ ലാഭവും നഷ്ടവും വരാം. പക്ഷെ പലിശക്കാരൻ, ഇവിടെയുള്ള ഒരു ചെറിയ പലിശക്കാരന് പോലും നഷ്ടം വരാനില്ല. അവന് മഴക്കാലാകട്ടെ, വേനൽക്കാലാകട്ടെ, മഞ്ഞാകട്ടെ, തണുപ്പാകട്ടെ, പ്രകൃതി ദുരന്തം ഉണ്ടാകട്ടെ, വെള്ളം കയറട്ടെ, പലിശക്കാരന് നഷ്ടമില്ല, കച്ചവടക്കാരന് നഷ്ടം വരും. അപ്പൊ കച്ചവടം പലിശ ഒരുപോലെയല്ല. പലിശ ഒരിക്കലും നഷ്ടം വരാത്ത ചൂഷണാധിഷ്ഠിതമായ സംവിധാനമാണ് പലിശ എന്ന് പറയുന്നത്. മനുഷ്യനെ അധ്വാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സംവിധാനമാണ് പലിശ. കച്ചവടം മനുഷ്യനെ അധ്വാനിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനമാണ് കച്ചവടം. ഒരു കച്ചവടം പലിശ ഒരുപോലെയല്ല. ഇന്ന് ഈ ബാങ്കിംഗ് സംവിധാനമൊക്കെ സത്യത്തിൽ ഈ ധനകാര്യ സ്ഥാപനങ്ങൾ, ഇന്ത്യയിലൊക്കെ നടക്കുന്ന ഈ പലിശാധിഷ്ഠിതമായ ധനകാര്യ സംവിധാനങ്ങൾ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തന്നെ കൊണ്ടുപോവുകയാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി ഇമാം മഹദി വരാതെ ലോകത്തെ സാമ്പത്തിക പ്രതിസന്ധി തീരാനേ പോകുന്നില്ല. കാരണം ആ നിലയ്ക്ക് പലിശ വ്യാപകമാകുകയാണ്. അള്ളാഹു പറഞ്ഞു, ഫമൻ ജാഅഹു മൗഇദത്തും മിർ റബ്ബിഹി, അള്ളാഹുവിന്റെ ഉപദേശം ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫന്തഹ, എന്നിട്ട് അവൻ പലിശ സംവിധാനം അവസാനിപ്പിച്ചാൽ ഫലഹു മാ സലഫ, കഴിഞ്ഞുപോയത് അവന് എടുക്കാം. ഇപ്പോഴല്ലാട്ടോ, അന്നത്തെ നിയമം പറയുന്നത്. കഴിഞ്ഞുപോയതൊക്കെ കഴിഞ്ഞു.
ഇന്ന് പലിശ കയ്യിൽ വന്നാൽ അതിന്റെ തൗബ എന്ന് പറയുന്നത് ആദ്യം തിരിച്ചു കൊടുക്കണം. ആരുടെ കയ്യിൽ നിന്നാണോ പലിശ വാങ്ങിയത് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കണം. എന്നിട്ട് പടച്ചവനോട് പറഞ്ഞ ഞാൻ ചെയ്തു പോയി അടുത്തവനെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, എനിക്കിത് മാപ്പാക്കണമെന്ന് റബ്ബിനോട് പറയാം. അതാണ് പലിശയുടെ തൗബ എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഒമൻ ആദ, ഈ ഉപദേശം കേട്ടിട്ട് ഇനിയും ആരെങ്കിലും പലിശയിലേക്ക് മടങ്ങുന്നുണ്ടെങ്കിൽ ഉലായിക അസ്ഹാബുന്നാരി, അവരെ നരകവാസികളാണ്. അത്തരം കാക്കാമാര് നരകവാസികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരൊരിക്കലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. അവരെ നരകത്തിൽ കാലാകാലം കിടക്കുന്നവരാണ്, ശാശ്വതമായി കിടക്കുന്നവരാണ്. യംഹഖുല്ലാഹു റിബ, അല്ലാഹ് പലിശയെ നശിപ്പിക്കും. പലിശ കൊണ്ട് ലോകത്ത് ആരും നേടിയിട്ടില്ല, പലിശ അല്ലാഹ് നശിപ്പിക്കും. നിങ്ങൾ ഈ നമ്മുടെ രാജ്യത്ത് തന്നെ കഴിഞ്ഞ വലിയ വലിയ പലിശക്കാരെ ഒന്ന് ആലോചിച്ചേക്ക്. പലിശ അവസാനം നശിക്കും. ഒന്നിരിക്കൽ ആ സമ്പത്ത് പടച്ചോ നശിപ്പിക്കും, അല്ലെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് ഇവന് ഉപയോഗമില്ലാതെയാക്കും, അള്ളാഹ് നശിപ്പിക്കും. വയുർബി സ്വദഖാത്തി, ധർമ്മങ്ങളെ അള്ളാഹു വളർത്തും. സദഖ കൊടുത്തു കഴിഞ്ഞാൽ ആ ധർമ്മത്തെ അള്ളാഹുത്താല വളർത്തിക്കൊണ്ടിരിക്കും. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അഫീം, നന്ദികെട്ട ഈ കുറ്റവാളികളായ പലിശക്കാരെ പടച്ചോന് ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഈ പലിശക്കാർ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ പടച്ചോനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബ, ഇനിയുള്ള പലിശ ഒഴിവാക്ക്, ഇനി മുതൽ പലിശ ഒഴിവാക്ക്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളുടെ മനസ്സിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഈ പലിശയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്ക്. ഇനി ഫൈലം തഫ്അലു, ഇത്ര ഉപദേശം പറഞ്ഞിട്ട് അവസാനം പടച്ചോന്റെ ഒരു വാണിംഗ് ഇതാ നമ്മൾ ശ്രദ്ധിക്കും. ഫൈലം തഫ്അലു, നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ, നിങ്ങൾ ഇനിയും പലിശയിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ, ഫഅ്ദനു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹും അവന്റെ റസൂലും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളോട് പടച്ചോനും അവന്റെ റസൂലും യുദ്ധമുഖത്താണ്. അത് മനസ്സിലാക്കിക്കോ. അള്ളാഹുവിന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ നിങ്ങളെ നരകത്തിലിടുക എന്നുള്ളതാണ്. റസൂലിന്റെ യുദ്ധം എന്താണ്? റസൂലിന്റെ യുദ്ധം ഇസ്ലാമിക ഖിലാഫത്ത് നിലനിൽക്കുന്ന നാട്ടിൽ പലിശക്കാരനെ തലവെട്ടി കൊല്ലുക എന്നുള്ളതാണ്. ഇസ്ലാമിക ഖിലാഫത്തിൽ ഒരു പലിശക്കാരന്റെ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ തലവെട്ടിക്കൊല്ലലാണ്. പലിശക്കാരനൊരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ല, അവനെ ജീവിക്കാൻ അനുവദിക്കരുത്. അതൊരു ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, ഈ ആയത്തിറങ്ങിയ സമയത്ത് സഹാബാക്കൾ പറഞ്ഞു, ലാ യദൈലനാ ലിഹർബിഹി, അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തിയില്ല, അതിന് ശക്തി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇന്തഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ എല്ലാ ഇടപാടും അവസാനിപ്പിച്ചു. ജാഹിലിയത്തിൽ പലിശ ഉണ്ടായിരുന്നു, പക്ഷേ പലിശ സംവിധാനങ്ങൾ ഈ ആയത്തോടുകൂടി എല്ലാ സഹാബാക്കളും അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പലിശ, ഇത്ര ഗുരുതരമായൊരു പലിശ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ പലരും അത്തരം ഇടപാടുകളിലേക്ക് ചെന്നു ചേരുന്നുണ്ട്. നമ്മൾ പലിശയല്ലെന്ന് മനസ്സിലാക്കിയ പലതും പലിശയാണ്. ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ വീട് പണയം കൊടുക്കുന്ന പരിപാടിയുണ്ട്. വീട് പണയത്തിന് കൊടുക്കുന്ന പരിപാടി, കുല്ലു കർലിൻ ജറ മൻഫഅത്തൻ ഫഹുവ റിബ, ഇതാണ് പലിശയുടെ നിർവചനം. ഒരാൾ കടം കൊടുത്തിട്ട് അതിന്റെ പേരിൽ എന്തെങ്കിലും ആനുകൂല്യം പറ്റിയാൽ ആ ആനുകൂല്യം പലിശയാണ്. അത് പൈസയാകണമെന്നില്ല. ഞാൻ എന്റെ വീട് ഒരാൾക്ക് കൊടുക്കുന്നു, 10 ലക്ഷം രൂപ വാങ്ങുന്നു, ഇവിടെ വാടകയില്ല, ഇത് പലിശ ഇടപാടാണിത്. പണയം, വാഹനത്തിന്റെ പണയം, വീടിന്റെ പണയം, ഇതൊക്കെ പലിശയാണ്, പാടില്ലത്. അതുപോലെ പല സംവിധാനങ്ങൾ. EMI സംവിധാനം എല്ലാ കടകളിലും ഉണ്ടല്ലോ. EMI-യിലൂടെ പൈസ സാധനം വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന പരിപാടി EMI പലിശയല്ലേ? EMI പലിശയാണ്. കാരണം 10,000 രൂപയുടെ സാധനം 12,000 രൂപ വിലയിടുന്നു. ഈ 12,000 രൂപ വിലയിട്ടിട്ട് ആരാണ് ഈ ഫൈനാൻസ് ഇടപാട് നടത്തുന്നത്? കടക്കാരനല്ല. അതിനുവേണ്ടി ബജാജ് പോലുള്ള വേറെ ഏജൻസി ഉണ്ട്, അവരുമായിട്ടാണ് നമ്മൾ എഗ്രിമെന്റ് നടത്തുന്നത്. നമ്മൾ കൃത്യമായി പൈസ അടച്ചാൽ പോലും, പലിശയൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും EMI പലിശയാണ്. കാരണം നമ്മളൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നുണ്ട്. EMI എടുക്കുന്ന സമയത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ട്, ഞാൻ ഇത്ര തന്നുകൊള്ളാമെന്ന്. അത് കൊടുത്തില്ലെങ്കിൽ പോലും കൊടുക്കാമെന്ന് വാക്കു കൊടുക്കുന്നത് പലിശയാണ്, ഒരു പലിശയുമായുള്ള ബന്ധമാണ്. അപ്പൊ ഇങ്ങനെ പലിശയുമായി നാം അറിഞ്ഞു. അപ്പൊ കച്ചവടം ഉണ്ടല്ലോ, പല സീസൺ കച്ചവടം ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ അടുത്തൊരു 5 ലക്ഷം രൂപയുണ്ട്, എനിക്ക് കച്ചവടം ചെയ്യാനൊന്നും പറ്റൂല. അതിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാനിപ്പോ ഒരാളെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കും. അത് ഇദ്ദേഹത്തിന് തടി കച്ചവടമുണ്ട്. അപ്പോൾ 5 ലക്ഷം രൂപ അദ്ദേഹത്തെ ഏൽപ്പിച്ചു, 45 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഉണ്ട്, 50 ലക്ഷം രൂപ മുടക്കി അദ്ദേഹം കച്ചവടം ചെയ്യാണ്. എനിക്ക് മാസാമാസം 5,000 രൂപ തരും അദ്ദേഹം. ഇത് പലിശയാണ്, ഇത് പലിശയാണ്. കച്ചവടമാകണമെങ്കിൽ എനിക്കും വേറൊരാൾക്കും കൂടി പാർട്ട്ണർഷിപ്പ്, കൂട്ടുകച്ചവടം നടത്താം. ഞാൻ 5 ലക്ഷം എടുത്താൽ മതി, മറ്റുള്ള 45 ലക്ഷം എടുത്തോട്ടെ. പക്ഷെ കച്ചവടത്തിൽ വ്യവസ്ഥയുണ്ട്. എന്താണ്? നഷ്ടത്തിലും ലാഭത്തിലും രണ്ടുപേരും പങ്കാളികളായിരിക്കും, എന്നാലേ കച്ചവടമാവുള്ളൂ. ഇവിടെ എനിക്ക് 5,000 രൂപ കിട്ടണം, അദ്ദേഹത്തിന് കച്ചവടം ലാഭം കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലെങ്കിലും കൊള്ളാം. ഇനി 50 ലക്ഷം നശിച്ചു പോയാലും എന്റെ 5 ലക്ഷം എനിക്ക് കിട്ടണം, മാസാമാസം 5,000 കിട്ടണം. ഇത് പലിശയാണ്. കച്ചവടമാണെങ്കിൽ കച്ചവടത്തിൽ രണ്ടുപേർക്കും നഷ്ടവും വരണം, രണ്ടുപേരും ലാഭവും വരണം. ലാഭത്തിലും പങ്കാളിയാകണം, നഷ്ടത്തിലും പങ്കാളിയായാലേ കച്ചവടം അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായ ഒരു 5,000 രൂപ മാസം നിശ്ചയിക്കാൻ പാടില്ല.
നിശ്ചയിച്ചിരിക്കുന്ന ശതമാനം അനുസരിച്ച് എനിക്ക് മാസം ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം, ചിലപ്പോൾ 5 ലക്ഷം മുതൽ തന്നെ പോയെന്ന് വരാം. അയാൾക്ക് നഷ്ടം വന്നാൽ എന്റെ മുതൽ തന്നെ പോകും. ഇങ്ങനെ നഷ്ടവും ലാഭവും സഹിക്കാൻ തയ്യാറാവുമ്പോഴേ കച്ചവടമാവുള്ളൂ. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, എവിടെ കൊണ്ടുപോയിട്ട് 5-10 ലക്ഷം രൂപ കൊടുക്കുക, മാസം വീതം മേടിക്കുക. അത് പലിശയല്ലേ? അപ്പൊ ഇത്തരം നാം അറിയാതെ ഒരുപാട് ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. പലിശ എന്നുള്ളത് ഡിമാൻഡ് വച്ച് വാങ്ങുന്നതാണ് പലിശ. ഞാൻ നിനക്ക് 10,000 രൂപ വായ്പ തരാം, പക്ഷെ എനിക്ക് തിരിച്ചു തരുമ്പോൾ 11,000 രൂപ കിട്ടണമെന്ന് ഡിമാൻഡ് വയ്ക്കുന്നതാണ് പലിശ. ഡിമാൻഡ് വയ്ക്കാതെ കൂടുതൽ കൊടുക്കുന്നതിന്റെ പേര് സുന്നത്ത് എന്നാണ്. അത് സുന്നത്താണ്. നമുക്കൊരാൾ 1 ലക്ഷം രൂപ വായ്പ തന്നു. ആ 1 ലക്ഷം രൂപ കൊണ്ട് ഞാൻ ഒരു മാസം കച്ചവടം നടത്തി, എനിക്ക് 1.5 ലക്ഷം രൂപ ഉണ്ടായി. അൽഹംദുലില്ലാ, അവന് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാ, ഒരു 20,000 കൂടുതൽ കൊടുത്തു. അത് സുന്നത്താണ്. 30,000 എനിക്കൊരു മാസം കിട്ടി, 1 ലക്ഷം അവൻ തന്നു, 20,000 അവനെ ഞാൻ കൊടുത്തു. അവൻ എന്നോട് വേണമെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഞാൻ 20,000 കൂടുതൽ കൊടുത്തു. അവന്റെ സ്വത്തുണ്ടാക്കിയിട്ടല്ലേ എനിക്കിത് കിട്ടിയത്. ഇത് സുന്നത്താണ്. ഇതിന്റെ പേരാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരിക്കൽ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു ഒട്ടകത്തിന്റെ കുട്ടിയെ വാങ്ങിച്ചു. പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, വളർത്താൻ വേണ്ടി വാങ്ങിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഈ ഒട്ടകത്തിന്റെ കുട്ടി വളർത്തി വലുതായി ഇതിന് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഇതുപോലൊരു കുഞ്ഞിനെ ഞാൻ തിരിച്ചു തന്നേക്കാം. അങ്ങനെ പ്രവാചകൻ അതിനെ വളർത്തി വലുതാക്കി, അത് പ്രസവിച്ചു, അതിന് കുഞ്ഞുണ്ടായി, വീണ്ടും കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ സക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒട്ടക കൂട്ടം പ്രവാചകനുണ്ടായി. ഒരൊട്ടക കുഞ്ഞിനെ വാങ്ങിച്ചതാണ്. സക്കാത്ത് കൊടുക്കാൻ കഴിയുന്നത്ര ഒട്ടകക്കൂട്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അബൂ റാഫി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ആളുടെ കയ്യിൽ നിന്നല്ല ഞാൻ ഒട്ടകത്തിന്റെ കുഞ്ഞിനെ വാങ്ങിയത്, അദ്ദേഹത്തിന് നമ്മുടെ ഒട്ടകത്തിൽ നിന്നും അതുപോലെ ഒരു കുഞ്ഞിനെ തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അബൂ റാഫി റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോൾ 6 വയസ്സിൽ കുറഞ്ഞൊരു ഒട്ടകം ആ കൂട്ടത്തിലില്ല. ഏറ്റവും ചെറിയ ഒട്ടകം 6 വയസ്സേ ഉള്ളൂ. നബിയോട് ഒന്ന് പറഞ്ഞു, നബിയെ, അദ്ദേഹം തന്നതുപോലൊരു ഒട്ടകം തിരിച്ചു കൊടുക്കാനില്ല, ഉള്ള ഏറ്റവും ചെറുത് 6 വയസ്സുള്ള ഒട്ടകമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ പിടിച്ചു കൊടുത്തേക്ക്. കടം വീട്ടുന്നവരിൽ ഏറ്റവും നല്ലയാള് നന്നായി കടം വീട്ടുന്നയാളാണ്. കടം തന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ കൊടുക്കുന്നയാളാണ് നന്നായി കടം വീട്ടുന്നയാൾ. അപ്പൊ അതൊരു സുന്നത്ത്, ഒരു സുന്നത്തിന്റെ കൂലി കിട്ടും. പക്ഷേ സുന്നത്തായി തന്നെ കരുതുകയും വേണം. ഒരു ആചാര്യണ്ടായിരുന്നു, എല്ലാവർക്കും ഇതുപോലെ പൈസ കൊടുക്കും, വായ്പ കൊടുക്കും, തിരിച്ചെന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കുമ്പോൾ അത് മേടിക്കുകയും ചെയ്യും. അദ്ദേഹം പറയും സുന്നത്ത് കിട്ടിയെന്ന് പറയാ, പലിശ കിട്ടിയെന്ന് പറയില്ല, സുന്നത്ത് കിട്ടി, കുഴപ്പമില്ല, അദ്ദേഹം ഡിമാൻഡ് വെക്കാറില്ല. പക്ഷെ ഇദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. ആദ്യം കടം കൊടുത്ത ആള് കൂടുതലൊന്നും തന്നില്ലെങ്കിൽ പിന്നെ ചോദിക്കുമ്പോ 2 ദിവസം കഴിയട്ടെ, ഇപ്പൊ ഇല്ല എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്? കൂടുതൽ കിട്ടാത്തതുകൊണ്ടാണ് 2ാമത് കടം കൊടുക്കാത്തത്. ഇത് പടച്ചോനേരാം ഈ നീയത്ത് പടച്ചോനറിയാം. അതുകൊണ്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി ഒരാൾ തിരിച്ച് കൂടുതൽ തരുന്നെങ്കിൽ, ആഗ്രഹിക്കാതെ തരുന്നെങ്കിൽ അത് വാങ്ങൽ അനുവദനീയമാണ്. കൊടുത്തയാളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുക എന്നുള്ളതും അനുവദനീയമാണ്. ചുരുക്കത്തിൽ പലിശയുമായുള്ള ബന്ധം ഒരു നിലയ്ക്ക് നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, നമ്മുടെ ഏർപ്പാടുകളിൽ, നമ്മുടെ സമ്പാദ്യങ്ങളിൽ പലിശ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇല്ലെങ്കിലോ നമ്മുടെ ദുആ പോലും അല്ലാഹു സ്വീകരിക്കില്ല. വിശ്വാസം പറയുന്നുണ്ട്, റുബ്ബ അശ്അസ അക്ബറ, എത്രയോ മുടി ചടക്കുത്തിയ ആളുകൾ, വസ്ത്രത്തിൽ പൊടി വരണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്ത് വസ്ത്രത്തിൽ പൊടി വരണ്ടു, അലക്കാൻ പോലും നേരമില്ല, മുടി ചീകാൻ പോലും സമയമില്ലാതെ പടച്ചോന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ആളുകളാണ്. പക്ഷേ അവൻ എപ്പോഴും കൈയുയർത്തി പടച്ചോനോട് പറയുന്നുണ്ട്, യാ റബ്ബ് യാ റബ്ബ്, റബ്ബേ റബ്ബേ എന്ന് വിളിക്കുന്നുണ്ട്. മത്അമുഹു ഹറാം, അവൻ കഴിച്ച ഭക്ഷണം ഹറാം, മൽബസുഹു ഹറാം, ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാം. ഫഅന്നാ തുസ്തജാബു ദുആഉഹു, ഇവന്റെ ദുആ എങ്ങനെ പടച്ചോൻ കേൾക്കാനാണ്? എങ്ങനെ കേൾക്കാനാണ്? അതുകൊണ്ട് നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ പോലും നമ്മുടെ ഭക്ഷണം ശുദ്ധമായിരിക്കണം, ഹലാലായിരിക്കണം, ഇല്ലെങ്കിൽ ദുആ പോലും തള്ളപ്പെടും. അതുകൊണ്ട് ഈ പലിശ സംവിധാനത്തെ ഒരു നിലയ്ക്ക് നമ്മൾ സഹായിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബാങ്കിനൊരിക്കലും നമ്മുടെ കെട്ടിടങ്ങൾ കൊടുക്കരുത്. ബാങ്കിംഗ് സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ വാടകയ്ക്ക് കെട്ടിടം കൊടുക്കരുത്. കൊടുത്താൽ നമ്മളും അതേപോലെ ഒരു കുറ്റക്കാരനായിട്ട് മാറും. ഒരു നിലയ്ക്കും ഒരാൾക്ക് പലിശയ്ക്ക് ഒരു പൈസ എടുത്തു കൊടുക്കാൻ വേണ്ടി സാക്ഷിയാകരുത്. ഏതെങ്കിലും സൊസൈറ്റിയിൽ നിന്ന് പലിശയ്ക്ക് പൈസ എടുത്തു കൊടുക്കാൻ വേണ്ടി ആർക്കും വേണ്ടി ഒപ്പിട്ട് കൊടുക്കരുത്. പലിശ ഒരു നിലയ്ക്ക് അതൊരു സഹായമല്ല. നിങ്ങൾ ആരുടെ നിങ്ങൾ വായ്പ കൊടുത്തോളൂ, അല്ലെങ്കിൽ വായ്പ മേടിച്ചു കൊടുത്തോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.